ശ്രീജിത്ത് നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ അവിടെ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുമെന്ന UDF മുന്നിൽ ഒരു ഭീഷണി മുഴക്കുന്ന PV അൻവറിനെ പോലുള്ളവർക്ക് ഈ ഘട്ടത്തിൽ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കില്ല അവരെ. അതൊരു ഘടകമായി UDF കണക്കിലെടുക്കേണ്ടി വരില്ല. കാരണം സ്വതന്ത്ര പരീക്ഷണത്തിനൊന്നുമില്ല. ഇത്തവണ രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. തന്നെയല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകുമെന്നൊക്കെ സ്വരാജ് പറഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ അദ്ദേഹം അവിടേക്ക് വരാനൊരുങ്ങുന്നത്. ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമാകുമ്പോൾ അതിനെല്ലാ ആയുധങ്ങളും UDF സംഭരിക്കേണ്ടി വരില്ലേ? UDF ക്യാമ്പ് എങ്ങനെയായിരിക്കും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? പ്രചാരണത്തിൽ കുറച്ച് മുന്നേ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ ആകണമെന്നില്ലല്ലോ. വിജയകുമാർ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങിയ UDF ആദ്യഘട്ടത്തിൽ ഒരു മേൽക്കൈ പ്രചാരണത്തിലുണ്ട്. എന്നാൽ അത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയി കരുതാൻ കഴിയില്ല. ഇപ്പോൾ LDF കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് M സ്വരാജിനെ അണിനിരത്തുമ്പോൾ മത്സരം വാശിയേറിയ ഒരു മത്സരത്തിലേക്ക് മാറുകയാണ്. LDF സംഘടനാ സംവിധാനം ഇപ്പോൾ തന്നെ മണ്ഡലത്തിലെമ്പാടും സജീവമാണ്. അതുകൊണ്ട് തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ LDF സംഘടനാ സംവിധാനവും പ്രവർത്തിച്ചു വരുമ്പോൾ പര്യടനത്തിലെ ഇപ്പോഴുള്ള പിന്നോക്കാവസ്ഥ മറികടക്കാൻ LDF നിശ്ചയമായും കഴിയും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF അൻവറിനും ചില വീണ്ടും വിചാരങ്ങൾക്ക് ഇടയാക്കും. അൻവറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ പിണറായിസത്തിനെതിരെ ഉള്ള പോരാട്ടം, അതിനെ പിണറായിസത്തെ പരാജയപ്പെടുത്തുക, അതിന് നാന്ദി കുറിക്കുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ആകണം. ആ പ്രഖ്യാപനത്തോടെയാണ് PV അൻവർ രാജിവെച്ചത് 2025 ജനുവരി 11. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുന്നതിന് ചില വിട്ടുവീഴ്ചകൾ ആവശ്യമാണ് എന്ന കാര്യം രാഷ്ട്രീയ സാഹചര്യം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ UDF അൻവറിനെ അടക്കമുള്ള എല്ലാ LDF വിരുദ്ധ വോട്ടുകളും സമാഹരിക്കേണ്ടതും അനിവാര്യമാണ്. ഈ സാഹചര്യം രണ്ടു കൂട്ടർക്കും ചില വീണ്ടും വിചാരങ്ങൾക്ക് ഇട നൽകും. അതുകൊണ്ട് തന്നെ അനുനയത്തിന്റെ പാത വെട്ടിത്തുറക്കാൻ എല്ലാവർക്കും UDF അൻവറിനെയും പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വം കൂടിയാണ് M സ്വരാജിന്റേത്.